അപ്പോൾ നമുക്ക് റോഷനുണ്ട്, നമ്മുടെ മുഹമ്മദ് അലി ചേട്ടനുണ്ട്. ഒരു കാലത്ത് ഒന്ന് പന്തൊന്ന് തട്ടിയാലോ? അപ്പോൾ നമ്മുടെ അർജൻറ്റീന വരുന്നതിന് പ്രമാണിച്ച് റോഷനുണ്ട്. റോഷൻ ഒരു കാലത്തിൽ ഉള്ള താരമാണ്. അതേപോലെ നമ്മുടെ അർജൻറ്റീന നമ്മുടെ ഇബ്രാഹിം ഇവിടെ ഇല്ലേ? ഇബ്രാഹിമും ഉണ്ട്. അപ്പം നമുക്ക് ഗോൾ പോസ്റ്റിലോട്ടൊന്ന് പോവാം. അപ്പം നമ്മൾ രണ്ട് താരങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഒന്ന് ഒരു കാലത്തെ ഇവിടുത്തെ ഫുട്ബോൾ ക്ലബ്ബുകൾ, ഇന്ത്യയിലെ മിക്കവാറും എല്ലാ ഫുട്ബോൾ ക്ലബ്ബുകളിലും തൻ്റെ സാന്നിധ്യമായിരുന്ന മുഹമ്മദ് അലി എന്ന് പറയുന്ന അല്ലേ, പെലേയുടെ കളി കാണാൻ വേണ്ടി കൽക്കത്തയിലേക്ക് പോയ നമ്മുടെ മുഹമ്മദ് അലി ഉണ്ട്. ആ ബോൾ വെച്ച് അത്ഭുതങ്ങൾ കാട്ടി വൈറലായ റോഷൻ നമുക്കൊപ്പമുണ്ട്. കോച്ച് നമുക്കൊപ്പമുണ്ട്. നമ്മളൊരു പെനാൽറ്റി എടുത്ത് നമ്മൾ സ്റ്റേഡിയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഒരുപാട് പേര് പുറത്തുമുണ്ട്. ഈ വിശേഷങ്ങൾ അറിയാനും മെസ്സിയുടെ വരവ് എങ്ങനെയാണ് കാണുന്നതെന്ന് അറിയാനും ജെയ്സൺ ചാമോളപ്പിലടക്കം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുമായിട്ട് നമ്മളിരിക്കുന്നു. നമ്മുടെ മുബഷീർ ഇവിടുത്തെ ഒരു കളിക്കാരനായിരുന്നു. മുബഷീർ ഇവിടെ ഉണ്ട് അല്ലേ? മുബഷീറും നമുക്കൊപ്പമുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു ഗോൾ അടിച്ചു നോക്കിയാലോ? നമ്മുടെ ആരാ നിൽക്കണം? അപ്പം ഇക്ക അടിക്കും, ഇദ്ദേഹം ഗോൾ പോസ്റ്റിൽ നിൽക്കും. ഓക്കെ. അപ്പം നമ്മൾ രണ്ട് പ്രായക്കാരാണ്. മടക്കി കുത്തി. പ്രായം എത്രയാണെന്ന് അറിയാമോ? ഇക്കയുടെ പ്രായം 71. റോഷന്റെ പ്രായം 17. 71കാരനായ മലപ്പുറത്തേക്ക് ഒരു പ്രായം ഒരു വിഷയമല്ല. മലപ്പുറത്തിന് പ്രായം വിഷയമല്ല, മലപ്പുറത്തെ ഫുട്ബോളിന് പ്രായം വിഷയമല്ല അല്ലേ? പ്രായമൊക്കെ കേവലം മാനസിക സങ്കല്പമാണെന്ന് തിരിച്ചിട്ടതാണ്. 71 വയസ്സുകാരനായ മുഹമ്മദ് അലി ചേട്ടൻ 17 വയസ്സുള്ള റോഷൻ ഗോൾ വല കാക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം ഇതിൽ ഗോൾ 3 ചാൻസ് അല്ലേ? 3 ചാൻസ്, 3 ഗോളുകൾ നമുക്ക് നോക്കാം. അപ്പോൾ 3 ഗോൾ, ഒരു ഗോളെങ്കിലും ഗോളായാൽ നമ്മൾ മുഹമ്മദ് അലി ചേട്ടനെ കൈ കൊടുക്കും അല്ലേ? 71 വയസ്സുള്ള ഒരു കാലത്ത് ഇന്ത്യൻ വിവിധ ക്ലബ്ബുകളെ ത്രസിപ്പിച്ച മുഹമ്മദ് അലി ചേട്ടനാണ് ഇപ്പോൾ ഗോളെടുക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ കാൽപാദങ്ങൾ പതിഞ്ഞ് പുല്ലുകൾക്ക് തീ പിടിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. വീണ്ടും ഇതാ മലപ്പുറത്ത് കോട്ടപ്പടി ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ വീണ്ടും തീപ്പുല്ലുകൾക്ക്, ഗ്രൗണ്ടുകൾക്ക് തീ പടർത്തിക്കൊണ്ട് മുഹമ്മദ് അലി ചേട്ടൻ്റെ ആ ഒരു പെനാൽറ്റിയിലേക്ക് നമ്മൾ പോവുകയാണ്. പെനാൽറ്റി കിക്ക് എടുക്കാൻ മുഹമ്മദ് അലി ചേട്ടൻ നിൽക്കുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒറിജിനൽ കളി പോലും പെനാൽറ്റിയിൽ ഇത്ര ടെൻഷൻ അടിച്ച് കാത്തിരിക്കുക. ആദ്യത്തെ തന്നെ അല്ലേ? എന്താ പറ്റിയത് റോഷൻ? തന്ത്രപരമായ സൂപ്പർ ഗോൾ. റോഷൻ കീപ്പറല്ല. ബേസിക്കലി റോഷന്റെ ടാലന്റിനെ അങ്ങനെ അളക്കരുത്. റോഷൻ യഥാർത്ഥത്തിൽ നന്നായിട്ട് കളിക്കുന്ന ഒരു സ്ട്രൈക്കറാണ്, റൈറ്റ്? അപ്പോൾ സോ അടുത്ത രണ്ടാമത്തെ ഷോട്ട് 71 വയസ്സുള്ള മുഹമ്മദ് അലി ചേട്ടൻ. സൂപ്പർ, എക്സലന്റ്. It's like a rainbow അല്ലേ? Bend it like Beckham എന്ന് കേട്ടിട്ടുണ്ട്. Bend it like Beckham. ബെക്കാം ഒക്കെ എടുക്കുന്നത് പോലെ മഴവില്ലഴകുള്ള ഒരു ഫ്രീ കിക്ക് പോലെയാണ് പെനാൽറ്റി പോകുന്നത്. രണ്ടും ഗോൾ പോസ്റ്റിൽ എത്തിച്ചിരിക്കുന്നു. 71 വയസ്സുള്ള മുഹമ്മദ് അലി ചേട്ടൻ, 17 വയസ്സുള്ള റോഷൻ ഗോൾ വല കാക്കുന്നു. യെസ്, ഗ്രേറ്റ്. ചേട്ടാ ആ ഫോം ഇപ്പോഴും ഉണ്ട്. നോക്കൂ, ആ സെക്കൻഡ് ഗോൾ സൂപ്പർ ഗോളായിരുന്നു അല്ലേ? ഫാന്റാസ്റ്റിക് ഗോൾ. പ്രൊഫഷണൽ തികവുള്ള ഒരു ഗോളായിരുന്നു യഥാർത്ഥത്തിൽ. റോഷൻ, ദാറ്റ്സ് ഗുഡ്. മുഹമ്മദ് അലി ചേട്ടൻ്റെ രണ്ടാമത്തെ കിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അല്ലേ? വണ്ടർഫുൾ. സോ നോക്കൂ, പ്രായം ഫുട്ബോളിനൊരു വിഷയമേ അല്ല എന്നുള്ളതാണ്. മുഹമ്മദ് അലി മുബഷീർ ഗോൾ നിൽക്കും, റോഷൻ കിക്ക് എടുക്കും. ഒരു കാലത്ത് കേരളത്തിൻ്റെ ഫുട്ബോൾ ക്ലബ്ബുകളെ ത്രസിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന മുബഷീർ നമുക്കൊപ്പം ഗോൾ പോസ്റ്റ് കാക്കാൻ നിൽക്കുന്നുണ്ട്. റോഷൻ എടുക്കും. 2 കിക്കുകളാണ്. 2 കിക്കുകളും ഗോൾ വലയിലാക്കിയ റോഷൻ ഒരു സുലൈമാനി ഫ്രീ. ഓക്കെ. അപ്പോൾ റോഷൻ്റെ കിക്കിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. മെസ്സി ഗോൾ വല കേരളത്തിൽ വന്ന് ചലിപ്പിക്കുമോ എന്നറിയാൻ കാത്തിരിക്കുന്ന ഫുട്ബോൾ ആരാധകരുടെ ഇടയിലേക്ക് വൈറൽ താരമായി കഴിഞ്ഞ റോഷൻ ഇപ്പോൾ ഒരു പെനാൽറ്റി കിക്ക് എടുക്കുകയാണ്. നമുക്കൊപ്പം നിൽക്കുന്നത് മുബഷീർ, നമ്മളുടെ മലപ്പുറം റിപ്പോർട്ടർ മുബഷീർ. യെസ്, മുബഷീർ ഗംഭീരം. മുബഷീറിനെ കണ്ട് ഭയന്ന റോഷൻ. ഡ്രൈവർ ഷിബു എന്നെ സഹായിച്ചതാ. ഓക്കെ, ഇനി ഒരു ചാൻസ് കൂടിയുണ്ട് റോഷൻ. ഓക്കെ, റോഷൻ അല്പം നെർവസ് ആണ്. പക്ഷേ എങ്കിൽ പോലും നോക്കൂ, ഇത് ലോകകപ്പിലെ സൂപ്പർ പെനാൽറ്റി ഗോൾ പോലെ റോഷന്റെ മനോഹരമായ അടുത്ത കിക്ക് വരാൻ പോകുന്നു. സൂപ്പർ കിക്ക്, പെനാൽറ്റി. മുബഷീർ ഗോൾ വല കാക്കുന്നു. റോഷൻ, യെസ്, ഗോൾ. വളരെ തന്ത്രപരമായി മുബഷീറിനെ കളിപ്പിച്ച് ഇടത്തോട്ടുള്ള മനോഹരമായ ഷോട്ട്, ചാട്ടുള്ളി പോലെ. റോഷൻ ഗംഭീരം.
അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറത്തെ കോട്ടപ്പടി ഫുട്ബോൾ സ്റ്റേഡിയത്തിലാണ്. ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ അർജന്റീനയുടെ വരവ്, മെസ്സിയുടെ വരവ് കാത്തിരിക്കുന്ന മനുഷ്യരാണ്.